സമുദ്രവസനേ ലക്ഷ്മീ പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നീം നമസ്തുഭ്യം പാദസ്പർശ ക്ഷമസ്വമേ. എന്താ എന്തോ കളിയാ കട്ടിലിന്റെ അടിയില്? ഡേയ്, നീ എൻ്റെ ഒരു 3 അടി നീളമുള്ള റാഡ് കണ്ട? ഇരുമ്പ് റാഡ് കണ്ട? 3 അടി നീളമുള്ള ഇരുമ്പ് റാഡ് കണ്ട നീ? റാഡാ? അത് കട്ടിലിന്റെ അടിയിലായിരിക്കണ റാഡ്. രാവിലെ ആൾക്കാരെ പേടിപ്പിക്കാൻ പാളി അങ്ങോട്ട്. അപ്പൊ നീ ആ റാഡ് എടുത്തില്ല? റാഡ് എടുത്തില്ല, എടുത്ത് വച്ചേക്കണം അവിടെ. ഇടേ, അത് ഇല്ലാതെ എനിക്ക് പറ്റൂലടാ. അത് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ റോക്കറ്റ് വിടണത്. ഓടുന്നു. ഇവിടെ ഇല്ല, അവിടെ ഇല്ല. രാവിലെ വെറുതെ എന്നിട്ട് ഓട്ടിക്കാണ്. ഞാൻ അവിടെ വച്ചാണ് ഞാൻ. മോളെ, അച്ഛാ മോളെ, ഇവിടെ ഇവിടെ താഴെ എന്റെ ഇത്ര നീളമുള്ള ഒരു 3 അടി ഉള്ള കമ്പി കണ്ട നീ? എനിക്കെന്തിനാ അച്ഛന്റെ കമ്പി? ഞാൻ കണ്ടില്ല. എടുത്തില്ലേ? ഇല്ല, സത്യം കിട്ടും. എനിക്കെന്തിനത്? കാണാനൊന്നുമില്ല. അച്ഛൻ എവിടെ വെച്ചത്? ഇതെന്താ ഇവിടെ കുത്തിയിരിക്കണേ? നീ എവിടെ പോയത്? കണ്ടറിഞ്ഞൂടെ എവിടെ പോയാണെന്ന്? ഒരു സാധനം വച്ചടത്ത് കാണൂല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ കയറി ഒരു സാധനങ്ങളും എടുത്തു പോരുത്. അത് കൊള്ളാം. നിങ്ങളെ റൂമിലുള്ള എന്തെങ്കിലും സാധനം ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? മക്കളെ, കുളിച്ചായിരുന്നോ? കുളിച്ചതാ. ചേച്ചി അമ്പലത്തിൽ പോയിരുന്ന? എന്താ എന്നെ വിളിക്കാത്ത? ഞാൻ വന്ന് നോക്കി, അപ്പൊ നീ നല്ല ഉറക്കം. ഇപ്പൊ വല്ലാത്ത ക്ഷീണം ചേച്ചി. പഴയതുപോലെ കിളയ്ക്കാനും എടുക്കാനൊന്നും പറ്റണമെന്നില്ല. ഇവിടെ വന്ന് അളിയനെ കണ്ടുപിടിച്ച് ഞാനും മടിയനായപ്പോ എന്നാണ് തോന്നണം. അളിയനെ പറയുന്ന അങ്ങ് നിർത്തിക്കോയേ, കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും ഞാൻ വിചാരിക്കും വായേ തുറക്കലെന്ന്. പക്ഷെ അളിയന്റെ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. വയസ്സായി വരുന്നവരും കൊച്ചു പിള്ളേരെ പോലെ ആയവരെയാണ്. ഒരു കാര്യത്തിന് ഒരു സീരിയസ്നെസ്സും ഇല്ല ചേച്ചി. നീ അത്ര മോശമൊന്നുമല്ല കേട്ടാ. നീ അളിയനെ ഓരോന്നോ പറയുന്ന കേൾക്കുമ്പോഴേ അളിയൻ നിന്റെ കളിപ്പാട്ടാണെന്ന് തോന്നുന്നു. എന്താണ് ഈയിടെയായിട്ട് ഭർത്താവിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയാമോ? ഇന്നെന്താ പ്രത്യേകത? ഓർത്തു വെക്ക്. എനിക്കറിഞ്ഞു, ചേച്ചി പറ. നീ അടുത്തു വാ. എന്താടാ? ഇടാ, ഞാൻ അറിഞ്ഞോണ്ട് ഇറങ്ങിയല്ലടാ. പിന്നെ അങ്ങനെ അറിയോ ഞാൻ? മക്കളെ എന്താ കൊണ്ട് നീലോ നീലോ നീ രാവിലെ ഒരുമാതിരി മുഖത്ത് നോക്കി കളിയാക്കി ചിരിക്കല്ലേ കേട്ടാ. ഞാനേ ജംഗ്ഷനിൽ ഒരു റൂം എടുക്കാൻ പോകണം. രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെ. പിന്നെ തലയാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഞാൻ വരും. അത്ര തന്നെ, അല്ലാതെ ശരിയാവില്ല. ഒന്നുകിൽ എൻ്റെ തൊഴിൽ എന്താണെന്ന് മക്കൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഭാര്യ മനസ്സിലാക്കണം. ഇവിടെ കിടക്കണമെന്ന് ആക്കുന്ന സാധനങ്ങളൊന്നുമല്ല. കണ്ടേ ഇവിടെ കണ്ട ഒരു നട്ടുണ്ടല്ലേ, ഒരു സ്ക്രൂ, അതിന് പോലെ അതിൻ്റെ പ്രാധാന്യമുണ്ട്. ആ റാഡ് കൊണ്ട് ലൈറ്റ് കൊടുത്ത് പിരിയിട്ടിട്ട് വേണം എനിക്കിവിടെ വേറെ വർക്ക് ചെയ്യാൻ വേണ്ടി. 10,000-2,000 രൂപ കിട്ടിയേനെ.
അത് പോയി കിട്ടി. ആർക്ക് നഷ്ടം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോന്ന്? പ്രത്യേകത എന്താ ദിവസം? എല്ലാ ദിവസം ഇന്നത്തെ ദിവസം മുടിഞ്ഞ ദിവസം ഇന്നത്തെ. യവനെ കടി കണ്ടാന്തോ? എൻ്റെ റാഡും കണ്ടില്ല. നിങ്ങളുടെ രാഘവമാമൻ മരിച്ചത് എന്നാന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ രാഘവൻ മാമൻ മരിച്ചത് എന്നാന്ന് ഓർമ്മയുണ്ടോന്ന്? അതിപ്പോ ഒരു 18 വർഷമായി. 1998 മാർച്ച് 15 ഒരു വ്യാഴാഴ്ചയാണ് രാഘവമാമൻ മരിച്ചത്. അങ്ങനെ പോയതോടുകൂടി എല്ലാം തൊലഞ്ഞില്ലേ, പോയില്ലേ? അപ്പൊ അത് ഓർമ്മയുണ്ട്. ശിവാന് ജനിച്ചത് എന്നാന്ന് ഓർമ്മയുണ്ടോ? ശിവാന് ജനിച്ചത് എന്നാന്ന് ഓർമ്മയുണ്ടോന്ന്? അയ്യോ, അതൊരു വല്ലാത്തൊരു ജനനമല്ലേ. അന്ന് ഭയങ്കര മഴയായിരുന്നില്ലേ അന്ന്? അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നീ എഴുതിയിട്ടില്ലേ? അതെനിക്ക് എഴുതിയിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാ ചോദിച്ചേ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ എന്നാ പറ. അന്ന് ഭയങ്കര അന്ന് പകല് ഭയങ്കര വെയിലായിരുന്നു. മഴയും വെയിലും ഒക്കെ മാറി മാറി. നിന്റെ അമ്മയും എൻ്റെ അമ്മയും കൂടെ കൊച്ചിനെ ആദ്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിപൊളി ഓർമ്മയുണ്ട? അത്ര നിന്റെ അമ്മ കിടന്ന് നിലവിളിച്ച് ഷോയൊക്കെ കാണിച്ച് ഓർമ്മയുണ്ട? ആവശ്യമില്ലാത്ത കഥകളൊന്നും ചോദിച്ചില്ല, അവളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ഞാൻ ചോദിച്ചത്. ഓ എന്നാ പരീക്ഷിക്കാൻ വേണ്ടിയാണോ? ഡേറ്റ് ഓഫ് ബർത്ത് 20 അല്ല 18 19 തന്നെ. 2010 മാർച്ച് 15 അല്ലേ? അത് തന്നെ കറക്റ്റ്. കറക്റ്റ്. അത് ഓർമ്മയുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാത്രം ഓർമ്മയില്ല. ഇന്ന് ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് 15 ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അങ്ങനെ പോകാതെ വാ പറയട്ടെ. എടി, ദിവസത്തിന്റെ പ്രത്യേകത എന്തോ ആയിക്കോട്ടെ, നീ ഇങ്ങനെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് കാണുമ്പോ ഇവന്റെ കാര്യം പറയട്ടെ. വിട്ടേ, രാവിലെ വന്നിരിക്ക മാമ മരിച്ച ദിവസം ഓർത്തോണ്ടിരിക്കുന്നു. വേറൊന്നും അങ്ങേർക്ക് ഓർമ്മയില്ല. രാമനെ ശ്രദ്ധ കൊള്ളാല്ലേ? ആറ്റുകാൽ പൊങ്കാലാണ് ഇന്ന് അല്ലേ? പൊങ്കാല ഇന്നല്ലേ? എവിടെ എന്തിടയ്ക്ക് ഓർമ്മയുണ്ടോ ചോദിക്കുന്നത്? ആർക്കും ഓർമ്മ കുറവിടെ? ഒന്നുകില് കാര്യം എന്താണെന്ന് തുറന്ന് പറയണം, ഇല്ലെങ്കിൽ പറയാൻ വരരുത്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമാണല്ലോ. ഒരുത്തൻ്റെ മനസ്സ് വിഷമിക്കുമ്പം അത് കണ്ട് ആനന്ദിക്കുന്നത് സാഡിസമാണ്. വിഷയം എന്താണെന്ന് പറ. ബാലു ആഘോഷിക്കുമ്പോൾ ഇവിടെ ഒരുത്തനും ആഘോഷിക്കൂല. പിന്നെ ടെൻഷൻ കാരണം മറവി, അത് മനുഷ്യന് സ്വാഭാവികമല്ലേ? മറന്നുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിറ്റപ്പനെ വിളിച്ച് ശരിക്കും പറഞ്ഞു ചേച്ചി. അപ്പൊ ചിറ്റപ്പ എൻ്റെ അടുത്ത് കുറെ സോറി, മറന്നുപോയടാ, വിട്ടുപോയടാ, ഇനി അടുത്ത പ്രാവശ്യം ആവട്ടടാ, അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു, ചിറ്റപ്പ 2-3 ദിവസത്തിന് മുമ്പേയും കൂടെ വിളിച്ച് ഓർമ്മിപ്പിച്ചല്ലേ, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വാ. 70ാമത്തെ വയസ്സിൽ ആഘോഷിക്കേണ്ടത് 79ാമത്തെ വയസ്സിൽ ആഘോഷിച്ചിട്ട് കാര്യമുണ്ടോ? സപ്തതി ആഘോഷം തന്നെയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും കുട്ടൻപിള്ളയുടെ സപ്തതി നമ്മൾ ഗംഗമമായിട്ട് തന്നെ ആഘോഷിച്ചിരിക്കും. ചേച്ചി, ഞാൻ ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റില്ല. ഇതെന്തെരുത്ത് കടക്കറിയിക്കണത്? ചേച്ചി, അമ്മ വിളിച്ചിരുന്നു, എല്ലാവരും സമയത്തിന് തന്നെ എത്തുമെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ബഹളം. എന്താ പറയാ? എല്ലാരും വരുമെന്ന് വിളിച്ചു പറ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അടികൂടി കളിക്കാണ്. നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ഒന്നും പറഞ്ഞില്ലേ? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ അമ്മ? പറഞ്ഞാ മാമൻ കരയും. എന്നാലും ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാ നമുക്ക് ആഘോഷിക്കാം. എന്താ പറ. ഞാൻ പറയാം. ഇന്ന് നാളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചിയുടെ ബർത്ത്ഡേ. അതാണോ ഇന്നോ? അവിടെ എന്താ ഒന്നും കഴിക്കണില്ലേ? അമ്മേ, നാളെ വെച്ച് നോക്കുമ്പോഴേ ഇന്ന് ലക്ഷ്മി ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? അതല്ലേ ഇന്നത്തെ വിശേഷം. നമുക്കിന്നത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. പക്ഷെ നിങ്ങൾ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ഇല്ല. പറഞ്ഞു കൊടുക്കോ? ഇല്ല. ലച്ചു,
ലച്ചു ആ എന്താ ഓടി ഓടി വാടി ബർത്ത്ഡേ കാരി ആ നീ ഓക്കെ ഓക്കേ ഓക്കേ അച്ഛനോട് പറയല്ലേ? ഇല്ല ഓക്കെ. ശിവ നമുക്ക് നടിച്ചു കൊടുക്കണ്ടേടി പിന്നെ വേണ്ടേ നിനക്കൊരു പുതിയ പാവാടയൊക്കെ എടുക്കണമായിരുന്നു അത് തന്നെ പക്ഷെ ഇവിടെ ആരെടുത്ത് തരാൻ ആ നീ പഠിക്കണ്ട ഞാൻ ഇച്ചിരി വലുതാവട്ടെ ഓരോ ആഴ്ച കൂടുന്നോറും നിനക്ക് ഓരോരോ പാവാട മേടിച്ചു തരാം ആണോ ആ മകളാജ് വാ. നമ്മളെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കണം. പക്ഷെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ അറിയണ്ടേ? അത് ഞങ്ങൾക്ക് അറിയാമല്ലോ. എന്തോ പറ. എന്താ എന്താ പറ അച്ഛന് പറ്റുമെങ്കിൽ. അച്ഛനൂടെ മക്കളെ പറ. അത് പറ്റത്തില്ല, അച്ഛൻ തന്നെ പറഞ്ഞേച്ചാ മതി. മകളെ ശിവ പറയടി. സോറി അച്ഛാ, എന്നെ കൊണ്ടിപ്പം ഒക്കത്തില്ല പറയാം. നിങ്ങൾ രണ്ടുപേരുടെ അച്ഛൻ മിണ്ടൂല. പോ ഇരുപോ. മിണ്ടില്ലേലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ലടാ. ആ എൻ്റെ അച്ഛാ, അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? പ്രധാനപ്പെട്ടത് നിങ്ങള്, എൻ്റെ മക്കള്, പിന്നെ നിങ്ങളെ അമ്മ, എൻ്റെ സഹോദരങ്ങള്. മക്കളെ ജീവിതത്തില് ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. ഡയലോഗൊക്കെ കറക്റ്റാ, പക്ഷെ ഇതിലൊരു കാര്യമില്ല. അച്ഛാ, അച്ഛൻ ഇത്രയും ബന്ധുക്കളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലല്ലോ. മോശം തന്നെ കേട്ടാ. ശിവ പാടി അറിയത്തില്ല, മനസ്സില്ല കൊല്ല. പിന്നെ മക്കളൊരു കാര്യം ചെയ്യും, അടുത്ത മാസം ഒരു 10 ദിവസം മാമന്റെ വീട്ടിൽ വന്നേക്കണം. ഇതാണ് മാമനും അനന്തരവളും കൂടെ ഒരു കൊച്ചു വർത്താനം. എവിടെ പോകാനാണ് പ്ലാൻ? ആ അച്ഛൻ മക്കളെ എല്ലായിടത്തും കൊണ്ടുപോകല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. ഓ അത് കൊള്ളാം. ഞാനും അവളും അവരെക്കൊട്ടി ഒന്നും ചെയ്യില്ലെങ്കിലും നീ ഉണ്ടല്ലോ, എൻ്റെ പിള്ളേരെ ഭാഗ്യോടാ. പിന്നെ എന്താണ് ഇന്ന് പായസം? എന്തോന്ന് പായസോ? എന്തിന് പായസം? എനിക്കറിയാം ഇന്ന് ശിവാനിയുടെ ബർത്ത്ഡേ അല്ലേ? എന്തോ ഇത് ശിവാനിയുടെ ബർത്ത്ഡേ ഇന്ന് പോവച്ചാ. ഇന്ന് എന്നാ ബർത്ത്ഡേ? നാള് വെച്ച് ഇന്നാണ് നാള് പറഞ്ഞത്. വട്ടായ ഇന്നിപ്പോ ശിവാനിയുടെ പിറന്നാളൊന്നും അല്ല. പോവച്ചാ. മക്കളെ കേശു, ശിവ, ഇതിന് കാര്യമൊക്കെ മനസ്സിലായി കേട്ടാ. ഇതിനെ പറ്റിക്കാൻ നോക്കിയല്ലേ? അച്ഛാ, അച്ഛൻ എവിടെ പോവാ? എവിടെ പോണു? അച്ഛൻ കാശിക്ക് പോണു. അമ്മ ഇത് അച്ഛൻ കാശിക്ക് പോന്ന്. അതൊക്കെ നേരത്തെ പറയണ്ട അച്ഛാ. അച്ഛൻ പിന്നെ എന്നാ പോയിട്ട് വരിക? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, പോയതായിരിക്കണം. അച്ഛൻ ഞങ്ങളെ വിട്ടു പോവാ? അച്ഛനെ കൂടുതൽ മണ്ടനാക്കല്ലേ. അച്ഛൻ അറിഞ്ഞ് എല്ലാവരും കൂടെ മാമന്റെ സപ്തതി ആഘോഷിക്കാൻ വേണ്ടി അങ്ങ് പടവലം വീട്ടിൽ പോണത്. സോറി അച്ഛൻ താമസിച്ചു പോയി. പോവാം. അതിന് അപ്പൂപ്പന്റെ സപ്തതി ആഘോഷം അടുത്ത ആഴ്ചയല്ലേ? അതും ഓർമ്മയില്ല, ഇതും ഓർമ്മയില്ല. അടുത്ത ആഴ്ചയാണ് സപ്തതി ആഘോഷം. പിന്നെ വിളിച്ച് ചിറ്റപ്പൻ്റെ പറഞ്ഞതാ സപ്തതി ആഘോഷിക്കാൻ പോണത്. അത് അടുത്ത ആഴ്ചത്തെ കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ പട്ടണത്തിൽ കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഓടിയത്? പിന്നെ എനിക്ക് കുളിക്കണ്ടേ? നിങ്ങളെ പോലെ നാറ് നടക്കാൻ പറ്റുമോ? കുളിക്കുകയല്ല നനയ്ക്കുകയല്ല, ഇതിനകത്ത് തന്നെ കുത്തിയിരുന്നോണം. ഒരു കാര്യം അറിഞ്ഞും കൂടാ. അച്ഛാ ബാഗുണ്ട് അകത്ത് വെച്ചേ. എൻ്റെ അച്ഛൻ പോട്ടെ, അച്ഛൻ അമ്മയുടെ വീട്ടിലോട്ട് ഇപ്പോഴേ പിക്കോട്ടെ. അവിടെ ചെന്ന് അമ്മയുടെ അച്ഛൻ്റെ സപ്തതിയും കഴിഞ്ഞ് അവിടുന്ന് നേരെ കുളത്തറയിൽ ചെന്ന് അച്ഛൻ്റെ പിറന്നാളാഘോഷം കഴിഞ്ഞ് പോന്നാ മതി. യോ എൻ്റെ ദൈവമേ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണത്തിന്റെ. നീ കൂടുതൽ ജാടാണിക്കല്ലേ നീ കേട്ടാ. ഇടി വാങ്ങിയ നീ എന്താ ബാലു കെട്ടിയെ പൊട്ടം കളിപ്പിക്കല്ലേ, തീരെ കോന്തനാക്കല്ലേ കേട്ടാ. ഓർമ്മയില്ലേ പറഞ്ഞു തരണം. അങ്ങോട്ട് ചോട്ടിട്ട് ഒട്ടിക്കരുത്. ഒരൊറ്റ വാ ഓർന്നു പോലെ. ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ വല്ലതും ചെയ്തു പോകും. എന്താ നീ ഒരുമാതിരി അവരെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കല്ലേ? ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, ഇനിയെങ്കിലും പറ, മുടിയന്റെ ബർത്ത്ഡേ അല്ലേ?
ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വന്നോളൂ. രാത്രി 9 മണി, അതിനപ്പുറത്തേക്ക് പോകൂല. ആ അപ്പൊ ഓക്കെ. യെസ് ഡൺ. എല്ലാരും കിടന്ന കേശു ശിവ It's time to come together. It's up to you. What's your pleasure? Everyone around the world, come on. It's your celebration. തോപ്പിച്ച് കളഞ്ഞല്ലേ? ഒരു സൂചന, ഒരു വാക്ക് വരാതെ കേക്ക് മുറിക്ക് മക്കളെ. എന്താ ഇത് മറന്നുപോയല്ലേ? എനിക്ക് മനസ്സിലായി. എടുത്ത് സീൻ ബോറാക്കല്ലേ. നോക്ക്, വിഷമിക്കണ്ട. ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാ. അവരെ വെഡിങ് ആനിവേഴ്സറി മറന്നു. ഇത് അവരുടെ കുഴപ്പമൊന്നും അല്ലെന്നേ, അവരുടെ ശാപമാണിത്. വിട്ടുകളളിയാ. നമുക്ക് അടുത്ത വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഇതിലും ഗംഭീരമാക്കാം. അതൊന്നും അല്ലടാ, അതൊന്നും അല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് ഈ ദിവസമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു വേടാ. എടാ, എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റണില്ലടാ, പറ്റില്ല. ചേച്ചി, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വന്നത്.